Friends, welcome back to our channel Wealthy Life. വെൽത്തി ലൈഫിൻ്റെ വീക്ക്ലി സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ആഴ്ച 26 ഏപ്രിൽ 2021 മുതൽ 30 ഏപ്രിൽ 2021 വരെയുള്ള ആഴ്ചയിൽ വാല്യൂ ബൈയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. വരുന്ന ആഴ്ച വാല്യൂ ബൈയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് HDFC ബാങ്ക്. 7,79,889 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി അണ്ടർ വാല്യൂഷനിലാണെന്ന് പറയാം. സെക്ടറിൻ്റെ വാല്യൂഷൻ 32.87, സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ 24.49. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് ഈൽഡ് തരുന്ന വളരെയധികം ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് HDFC ബാങ്ക്. സ്റ്റോക്കിൻ്റെ വോളിയം ഡെലിവറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ലാസ്റ്റ് മന്തിൽ 50% വോളിയം ഡെലിവറിയും ലാസ്റ്റ് വീക്കിൽ 49% വോളിയം ഡെലിവറിയുമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം 46% വോളിയം ഡെലിവറി നമ്മൾക്ക് കാണാൻ സാധിച്ചു. സ്റ്റോക്കിൽ റീസെൻ്റ്ലി അവരുടെ ഷെയർ ഹോൾഡേഴ്സ് പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് പാറ്റേണിലെ പ്രധാനപ്പെട്ട ചേഞ്ചുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ 26% നിന്നും 25.97% ഹോൾഡിംഗ് ട്രിം ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഏജൻസികൾ 13.36% നിന്നും 12.98% അവരുടെ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 39.35% നിന്നും 39.79% അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി സ്റ്റോക്കിൻ്റെ റിട്ടേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 1 മന്തിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം 4% കറക്ഷൻ വന്നു കഴിഞ്ഞു. 3 മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഏകദേശം -2% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. സെൻസെക്സും -2% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. 6 മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 14% റിട്ടേൺ തന്നു. അതായത് മാർക്കറ്റിൽ, അതായത് പ്രത്യേകിച്ചും ബാങ്കിങ് സെക്ടറിലെ മാർക്കറ്റ് ലീഡറായ കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെൻസെക്സുമായി മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1 ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് 50% ഗെയിൻ തന്നപ്പോൾ ഈ സ്റ്റോക്ക് 48.13% റിട്ടേൺ ആണ് തന്നത്. ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 10 ഇയറിൽ ഈ സ്റ്റോക്ക് ഏകദേശം 500% റിട്ടേണും, 5 ഇയറിൽ 158% റിട്ടേണും, 3 ഇയറിൽ 46% റിട്ടേണും ആണ് ഈ സ്റ്റോക്ക് തന്നത്. സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പരിചയപ്പെടാം. പ്രത്യേകിച്ച് 1 ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിയർലി വന്ന് സപ്പോർട്ട് എടുക്കാറായി എന്ന് നമ്മൾക്ക് പറയാം. അതായത് സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും ഇടയിലാണ്. ഈ സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോണായിട്ട് കാണുന്നത് 1350 രൂപ എന്ന 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചാണ്. ഈ റേഞ്ചിൽ സ്റ്റോക്ക് ഒരുപാട് നാൾ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ആണ് ഈ സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് ഉണ്ടായത്. ബ്രേക്കൗട്ട് ഉണ്ടായി ഈ സ്റ്റോക്ക് ഏകദേശം 1680 രൂപ എന്ന ലെവലിൽ എത്തിയതിന് ശേഷം അവിടെ നിന്നും കൂൾ ഓഫ് ആയി സ്റ്റോക്ക് വീണ്ടും 1400 രൂപ എന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് സ്റ്റോക്കിൻ്റെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്നത് 1380-നും 1400-നും ഇടയിലുള്ള റീജിയനാണ്. ഈ റീജിയനിൽ സ്റ്റോക്കിൻ്റെ നമ്മൾക്ക് ഫസ്റ്റ് ഡിപ്പ് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ സ്റ്റോക്കിലെ മറ്റ് പ്രധാനപ്പെട്ട സപ്പോർട്ടുകളായി കാണുന്നത് ഏകദേശം 1250 രൂപ റേഞ്ച് ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. കൂടാതെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്നത്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഡീപ്പ് കറക്ഷൻ ഉണ്ടായാൽ ഏകദേശം 1175 രൂപ അല്ലെങ്കിൽ 1100 രൂപ റേഞ്ചിൽ ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് നമ്മൾക്ക് ഇവിടെ കാണാവുന്നതാണ്. കറണ്ട് മാർക്കറ്റ് സീനറിയോയിൽ ഒരു ബെറ്റർ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് ഐഷർ മോട്ടോർ. ഐഷർ മോട്ടോർ എന്ന സ്റ്റോക്ക് 63,342 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ വാല്യൂഷൻ 44.73, സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ 56.30. അതായത് അല്പം പ്രീമിയം ക്വാളിറ്റി സ്റ്റോക്ക് തന്നെയാണെന്ന് പറയാം. റിട്ടേൺ നോക്കുകയാണെങ്കിലും ഈ പ്രീമിയം ക്വാളിറ്റിയുടെ ഡിഫറൻസ് നമുക്ക് റിട്ടേണിലും കാണാൻ സാധിക്കും. സ്റ്റോക്കിൻ്റെ ആവറേജ് വോളിയം ഡെലിവറി നോക്കുകയാണെങ്കിൽ 1 മന്തിൽ 32% ഡെലിവറിയും ലാസ്റ്റ് വീക്കിൽ 36% ഡെലിവറിയും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 41% ഡെലിവറിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 വീക്കിൽ ഈ സ്റ്റോക്ക് -4% നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നത്. സെൻസെക്സിൽ -1.9% കറക്ഷനും ഓട്ടോമൊബൈൽ സെക്ടറിൽ -1.41% കറക്ഷനുമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ 1 മന്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് -14% കറക്ഷനിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. അതായത്
സെൻസെക്സിൽ 4% കറക്ഷൻ വന്നപ്പോൾ ഈ സ്റ്റോക്കിൽ 14% കറക്ഷനാണ് വന്നിരിക്കുന്നത്. അതായത് ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ടിൽ ഡേറ്റ് മുതൽ ഈ സ്റ്റോക്ക് നല്ല കറക്ഷൻ റേറ്റിലാണ്. കൂടാതെ ഈ സ്റ്റോക്കിൻ്റെ ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 ഇയറിൽ ഈ സ്റ്റോക്ക് 64% റിട്ടേൺ ആണ് തന്നത്. ഓട്ടോമൊബൈൽ സെക്ടർ 57% റിട്ടേണും സെൻസെക്സ് 50% റിട്ടേണുമാണ് തന്നത്. ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 3 ഇയർ പെർഫോമൻസും അതുപോലെ തന്നെ 4 ഇയർ പെർഫോമൻസും നെഗറ്റീവിലാണ്. കാരണം ഇൻ്റർമീഡിയറ്റ് ടൈമിൽ, അതായത് 3 ഇയർ മുതൽ 4 ഇയർ വരെയുള്ള ഡ്യൂറേഷനിൽ ഓട്ടോമൊബൈൽ സെക്ടറിൽ നമ്മൾക്ക് അത്ര വലിയ ഗ്രോത്ത് കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിലും നെഗറ്റീവ് റിട്ടേൺ കാണാൻ സാധിക്കുന്നത്. വെരി ലോങ് ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്തു തന്ന ഒരു ക്വാളിറ്റി സ്റ്റോക്കാണ്. ഇനി സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. അതായത് സ്റ്റോക്ക് അതിൻ്റെ ഡിമാൻഡ് സോണിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കും. സ്റ്റോക്കിൻ്റെ വൺ ഡേ ചാർട്ട് അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ 20-day എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50-day എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ്, 100-day എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ്, ഈവൻ 200-day എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജിൻ്റെയും സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം 2300 രൂപ എന്ന റേഞ്ചിൽ അവൈലബിൾ ആണ്. അതായത് സ്റ്റോക്കിൻ്റെ RSI നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ RSI 28, MFI നോക്കുകയാണെങ്കിൽ MFI 23മാണ്. അതായത് സ്റ്റോക്കിൽ ബിയറിഷ്നെസ്സിനെ തന്നെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് സ്റ്റോക്ക് നിയർലി ഓവർസോൾഡ് കാറ്റഗറിയിലേക്ക് എത്താറായി എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. അതായത് ഈ സ്റ്റോക്ക് 2500 രൂപ എന്ന ലെവലിൽ നിന്നും ബ്രേക്കൗട്ട് ചെയ്ത് 3000 രൂപ എന്ന ലെവലിൽ എത്തിയതിനു ശേഷം സ്റ്റോക്ക് ഇപ്പോൾ കൂൾ ഓഫ് ചെയ്യുന്ന ഫേസിലാണ്. ഈ കൂൾ ഓഫ് ഫേസിൽ സ്റ്റോക്ക് അതിൻ്റെ 2500 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് മേജർ സപ്പോർട്ടായിട്ട് കാണുന്നത് 2280 രൂപയ്ക്കും അതുപോലെ തന്നെ 2000 രൂപയുടെ ഒരു 100 വീക്ക് എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലുള്ള സപ്പോർട്ടുമാണ്. അതായത് 2200 രൂപ മുതൽ 2280 രൂപ വരെയുള്ള റേഞ്ചിൽ ഈ സ്റ്റോക്ക് നമ്മൾക്ക് ഫസ്റ്റ് ഡിപ്പ് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വരുന്ന ആഴ്ച ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ഡിമാർട്ട്. 1,75,786 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ ഫേസ് വാല്യൂ 10 ആണ്. വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ വാല്യൂഷൻ 127ഉം സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ 183ഉമാണ്. അതായത് സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ വന്നിട്ട് കൂടിയും വാല്യൂവേഷൻ, അതായത് സ്റ്റോക്ക് ഇപ്പോഴും പ്രീമിയം വാല്യൂവേഷനിലാണെന്ന് തന്നെ പറയാം. ഡെലിവറി ഓപ്പർച്യൂണിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ലാസ്റ്റ് 1 മന്തിൽ 44% ഡെലിവറിയും 1 വീക്കിൽ 47% ഡെലിവറിയും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് 37% ഡെലിവറിയുമാണ് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 വീക്കിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം 7% കറക്ഷൻ വന്നു കഴിഞ്ഞു. റീറ്റെയിൽ സെക്ടറിൽ 6.9% കറക്ഷനും സെൻസെക്സിൽ -1.95% കറക്ഷനുമാണ് കാണാൻ സാധിച്ചത്. 1 മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഈ സ്റ്റോക്കിൽ ഏകദേശം 7.52% കറക്ഷനാണ് കാണാൻ സാധിച്ചത്. 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 18% റിട്ടേൺ തന്ന സ്റ്റോക്കാണ്. സെക്ടർ 16% റിട്ടേണും സെൻസെക്സിൽ 50.26% റിട്ടേണുമാണ് തന്നത്. 3 വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 82% റിട്ടേൺ തന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. അതായത് സ്റ്റോക്കിൻ്റെ 1 ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 3300 രൂപ എന്ന മാർക്കറ്റ് പ്രൈസിൽ നിന്നും സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു. സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ 100-day എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്ത് 200-day എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന റേഞ്ചിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്റ്റോക്ക് അതിൻ്റെ നിയർ ടൈം ഡിമാൻഡ് സോണിലേക്ക് എത്തി എന്ന് നമ്മൾക്ക് വീക്ക്ലി ചാർട്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മനസ്സിലാകും. അതായത് 2650 രൂപ മുതൽ 2700 രൂപയ്ക്ക് ഇടയ്ക്കുള്ള റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പ് ബൈ ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി ചാർട്ട് അനാലിസിസിൽ ഈ സ്റ്റോക്ക് 50 വീക്ക് എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു ബൈയിങ് എമർജ് ആകാറുണ്ട്. സ്റ്റോക്കിൻ്റെ 50 വീക്ക് എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് 2560 രൂപ റേഞ്ചാണ്. അതായത് ഈ സ്റ്റോക്കിൽ ഫർദർ കറക്ഷൻ സംഭവിച്ച് 2560 രൂപ റേഞ്ചിൽ എത്തുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നമ്മൾക്ക് നിസ്സംശയം പറയാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.